മുരളി നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ ചാക്കോയും മേരിയും. പിന്നിൽ ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടപ്പോൾ ചാക്കോ പെട്ടെന്ന് നിന്നു. അതൊരു ഓട്ടോയാണെന്ന് അവന് മനസ്സിലായി. അവൻ റോഡിന് നേരെ തിരിഞ്ഞു നിന്ന് വടി നീട്ടി. ഓട്ടോ അടുത്ത് വന്ന് നിന്നു. വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ചാക്കോ ഓട്ടോയിൽ തട്ടി മുന്നോട്ട് ചെന്നു. ചേട്ടാ! ചാക്കോ ആരോടെന്നില്ലാതെ വിളിച്ചു. എവിടെ പോവാനാ? ഏതെങ്കിലും ടാക്സി സ്റ്റാൻഡിൽ വിട്ടാൽ മതി. കേറിക്കോ, നാഗമ്പടത്ത് വിടാം. ചാക്കോ ഓട്ടോയിൽ പിടിച്ച് സൂക്ഷിച്ചു കയറി. ഓട്ടോ റോഡിൽ നിന്ന് നീങ്ങി തുടങ്ങി. കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന സേവ്യർ കൈയടിച്ചുകൊണ്ട് എഴുന്നേറ്റു. കാലിന് മേൽ കാൽ കയറ്റി വെച്ച് അലസഭാവത്തിൽ ജിനി സിറ്റിയിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. മുഖത്തേക്ക് വീഴുന്ന മിനുസമുള്ള മുടി ഒരു തുടർ പ്രക്രിയ പോലെ അവൾ വകഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. ഇനി ആർക്കെന്നാ സംശയം പറയാൻ കഴിയും? ചാക്കോ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ തനിച്ചിറങ്ങിപ്പോയി. ഇതവൻ രണ്ടാം തവണയാ ആരോടും ഒരു വാക്കും പറയാതെ ഇറങ്ങിപ്പോകുന്നത്. സേവ്യറിന് ആഹ്ലാദം അടക്കാനായില്ല. അവൻ്റെ കയ്യിൽ 25,000 രൂപയുണ്ട്. നമ്മളൊന്നും അറിഞ്ഞില്ലെന്ന് ഭാവിച്ചേക്കരുത്, ജിനി പറഞ്ഞു. അതവർക്കുള്ള ബോണസായി വെച്ചോട്ടെ. എന്നാലും സാമിയോട് ഞാൻ പറയുന്നുണ്ട്. ജിനിയുടെ വാക്കിൽ അവൻ വീഴുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ ഇവിടെ നിന്ന് ചാടി പോകാനിരുന്നതല്ലേ. ഇറങ്ങാൻ നിന്നവന് ഒരു തള്ളു കൊടുത്തു, അത്രയുള്ളൂ. ജിനി ചെന്ന് ബെഡിലിരുന്നു. സേവ്യർ ഫോൺ എടുത്തുകൊണ്ട് മുറി തുറന്ന് പുറത്തേക്ക് പോയി. കുറച്ചു നേരം ആലോചിച്ചിരുന്ന ശേഷം ജിനി സെല്ലെടുത്തു. ബേബിയുടെ ഫോണിലേക്കാണ് അവൾ വിളിച്ചത്. റിങ് ചെയ്ത ഉടനെ ബേബിയുടെ സ്വരം വന്നു. എന്നതാടി മോളെ? ബേബിച്ചാ, ചാക്കോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഗുഡ്. ഒടുവിൽ അതിനൊരു അറുതിയായി. ബേബിയുടെ ചിരി കേട്ടു. സേവിച്ചൻ പ്ലാൻ ചെയ്ത പോലെ അവനെ കൊന്നു കളയരുത്. എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. കേരളം കടത്തിവിട്ടാൽ മതി. അവൻ ഒരിക്കലും തിരിച്ചു വരില്ല. അതിലെനിക്ക് ഉറപ്പുണ്ട്. നീ എന്നാ പോഴത്തരമാ പറയുന്നേ? സേവിച്ചിന് വേണ്ടത് അവൻ്റെ ഡെഡ് ബോഡിയാ. അതിവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കണം. എന്നാലേ അവൻ മരണപ്പെട്ടെന്ന് തെളിവ് വരൂ. ജിനി മിണ്ടാതെ നിന്നു. നിനക്കിതെന്നാ പറ്റി? കഷ്ടം തോന്നുക. എടി മോളെ, അവനെ നാട് കടത്തിയാലും പ്രശ്നം തീരില്ല. അവൻ കറങ്ങി തിരിഞ്ഞ് കോഴിക്കോട്ട് വരും. ആ വക്കീലിനെ അവൻ ചെന്ന് കണ്ടാൽ കളി മാറും. സേവിച്ചനെയും കൊണ്ട് നിനക്കിവിടെ വന്ന് താമസിക്കേണ്ടി വരും. ഇനിയെല്ലാം നിന്റെ കയ്യിലോട്ടാ വരാൻ പോകുന്നത്. ബേബിച്ചൻ വെച്ചു. സേവിച്ചൻ കയറി വരും. അവൾ കോൾ കട്ട് ചെയ്തു. ചാക്കോയുടെ പാട്ട് കാതിൽ മുഴങ്ങുന്നത് പോലെ ജിനിക്ക് തോന്നി. അവനെ കണ്ടാൽ ആരും ഇഷ്ടപ്പെട്ടു പോകും. എന്തിന് സേവിച്ചൻ്റെ അപ്പൻ ഒരു വിഡ്ഢിത്തം കാണിച്ചു? അല്ലായിരുന്നെങ്കിൽ ഒരു കാലത്തും താൻ അവനെ ഇറക്കി വിടില്ലായിരുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരു വളർത്തുമൃഗമായിരുന്നു അവൻ. ഒരു നിരാശാബോധം ജിനിക്കുണ്ടായി. അവൻ്റെ രൂപം മനസ്സിൽ തന്നെയുണ്ട്. അവനെ കണ്ടാൽ ഏത് പെണ്ണാ മോഹിക്കാത്തത്? ചാക്കോ ബാഗ് മടിയിൽ വെച്ച് ഓട്ടോയിൽ പിടിച്ചിരുന്നു. നാഗമ്പട ആയില്ലേ ചേട്ടാ? അവൻ മുന്നോട്ട് ആഞ്ഞിരുന്ന് ചോദിച്ചു. സ്ഥലമായെങ്കിൽ നിർത്തില്ലേ? താൻ അന്ധനാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അവന് തോന്നി. ഒരു മയവുമില്ലാത്ത സംസാരം. ഈ ഓട്ടോ നാഗമ്പടം വരെയേ ഉള്ളൂ. അവിടെ ടാക്സി കിട്ടുമോ? എനിക്ക് കോഴിക്കോടിന് പോകാനുള്ളതാ. എവിടെ പോവാനോ ടാക്സി കിട്ടും. കുറച്ചു ദൂരം പോയിട്ട് ഓട്ടോ ടാർ വിട്ട് ഇറങ്ങി ഓടാൻ തുടങ്ങി. ചാക്കോയുടെ മനസ്സിൽ സംശയം വീണതും ഓട്ടോ നിന്നു. ഇറങ്ങിക്കോ, ഇതാ സ്ഥലം. ചാക്കോ ബാഗുമായി പുറത്തിറങ്ങി. എത്ര രൂപയായി ചേട്ടാ? കാശൊന്നും വേണ്ട, റിട്ടേൺ ട്രിപ്പ് വന്നതാ. അതാ നോക്ക്, ടാക്സി കിടക്കുന്നത് കണ്ടില്ലേ? ഡ്രൈവർ ഓട്ടോയിൽ നിന്നിറങ്ങി. ചേട്ടാ, എനിക്ക് തീരെ കാഴ്ചയില്ല. എന്നെ ടാക്സിയിലൊന്ന് കയറ്റിവിടാവോ? ചേട്ടനെ ദൈവം അനുഗ്രഹിക്കും. നീ പറയുമ്പോൾ അനുഗ്രഹിക്കാൻ നിൽക്കുകയല്ലേ ദൈവം? ആ വാ. മാരണം കേസാന്ന് അറിഞ്ഞില്ല. അയാൾ അവൻ്റെ വടിയിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ചാക്കോ പിന്നാലെ കാലുകൾ ഉയർത്തി വെച്ച് നീങ്ങി. വാഹനങ്ങളുടെ ഇരമ്പലൊന്നും കേൾക്കാനില്ല. എവിടേക്കാ പോണത്? ടാക്സി വേണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതൊരു വിജന പ്രദേശമാണെന്ന് ചാക്കോയ്ക്ക് തോന്നി. കയ്യിലുള്ളതൊക്കെ തട്ടിയെടുക്കാനാണോ അയാൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവന് സംശയം തോന്നി. മണ്ണിലൂടെയാണ് നടക്കുന്നത്. ചെറിയ പാറക്കഷ്ണങ്ങളിൽ കാൽ തട്ടി. ഓട്ടം പോകാനാണോ? ഒരാളുടെ ശബ്ദം ചാക്കോ കേട്ടു. ലോങ് ട്രിപ്പാന്നാ പറയുന്നേ. ആള് ബ്ലൈൻഡാ. കാശുണ്ടോയെന്ന് ചോദിച്ചിട്ട് മതി ഓട്ടം പിടിക്കുന്നത്, ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. എവിടേക്കാ പോകേണ്ടത്? കോഴിക്കോട് ഒരു വക്കീലിൻ്റെ വീട്ടിലേക്ക് ചേട്ടാ. എൻ്റെ ബന്ധുവാ വക്കീല്. എൻ്റെ കയ്യിൽ കാശുണ്ട്, ചാക്കോ പറഞ്ഞു. അയാളുടെ ഭാവപ്രകടനം എന്താണെന്നറിയാതെ ചാക്കോ കാത് കൂർപ്പിച്ച് നിന്നു. കോഴിക്കോട് ചെന്നിട്ട് ബബ്ബ പറഞ്ഞേക്കരുത്.
ഇല്ല ചേട്ടാ, പെട്ടെന്നൊരു അത്യാവശ്യം വന്നിട്ട് രാത്രി തന്നെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ട്രെയിനിലാണ് പോകാറ്. യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുത്താൻ ചാക്കോ ഒരു ശ്രമം നടത്തി. എന്നാൽ കേറ്. ടാക്സി ഡ്രൈവർ ഇന്നോവയുടെ ഡോർ തുറന്നു കൊടുത്തു. കാറിനുള്ളിൽ ടോപ്പ് ലൈറ്റ് തെളിഞ്ഞു. മുന്നിലെ സീറ്റിൽ 40-നടുത്ത് പ്രായമുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് 2 പേർ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ചാക്കോ കൈകൊണ്ട് തപ്പി കാറിൻ്റെ തുറന്നു വെച്ച ഡോറിൽ പിടിച്ചു. ബാഗ് ചുമലിൽ നിന്നെടുത്ത് അവൻ വണ്ടിയിൽ കയറി. ഇയാൾ ഗായകനാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. കാറിൽ കടന്നിരുന്ന ചാക്കോ ചിരിച്ചുകൊണ്ട് ഡോർ അടച്ചു. ഡ്രൈവർ ചെന്നു സീറ്റിൽ കയറിയിട്ട് അടുത്തിരുന്ന ആളെ നോക്കി ചിരിച്ചു. എന്നാ പോവാം? പോവാൻ ചേട്ടാ, ചാക്കോ നിഷ്കളങ്കമായി പറഞ്ഞു. ചാക്കോയുടെ ഇരുവശത്തെയും ഡോറുകൾ വലിച്ചു തുറക്കപ്പെട്ടു. 2 പേർ അവൻ്റെ ഇരുവശത്തും കയറി ഡോർ വലിച്ചടിച്ചു. ചാക്കോ ഞെട്ടിപ്പോയി. അയ്യോ, നിങ്ങളൊക്കെ ആരാ? നീയൊരു യാത്ര പോവല്ലേടാ, കൂട്ടിന് ആള് വേണ്ടായോ? മദ്യത്തിൻ്റെ ഗന്ധം അവൻ്റെ മുഖത്തടിച്ചു. എന്നെ ഇറക്കിവിട്, ഞാൻ വരുന്നില്ല. ചാക്കോയ്ക്ക് അപകടം മണത്തു. അവൻ അവരെ കടന്ന് ഇറങ്ങാൻ ശ്രമിച്ചതും ഒരാൾ ബലമായി പിടിച്ചിരുത്തി. ഇനി അത് നടക്കില്ല മോനെ, പുറപ്പെടാൻ തയ്യാറായ പോയേ പറ്റൂ. നിന്റെ യാത്ര തുടങ്ങുക. അടുത്തിരുന്ന ആൾ അവൻ മുറുകെ പിടിച്ച് മടിയിൽ വെച്ചിരുന്ന ബാഗ് വലിച്ചെടുത്തു. എൻ്റെ ബാഗിങ് താ. അയാൾ അവൻ്റെ കൈ തട്ടി മാറ്റി പിൻസീറ്റിലേക്കിട്ടു. ഇനി ബാഗൊന്നും വേണ്ടടാ. വണ്ടി മുന്നോട്ട് നീങ്ങി. അയ്യോ, എന്നെ ഇറക്കി വിട്, ചാക്കോ നിലവിളിച്ചു. മുന്നിലിരുന്ന മനുഷ്യൻ തിരിഞ്ഞു. ഊശാന്താടിയും വടുക്കൽ വീണ മുഖവുമായിരുന്നു അയാൾക്ക്. നീണ്ടുയർന്നു നിൽക്കുന്ന നാസിക മെലിഞ്ഞ രൂപമായിരുന്നു. അനങ്ങാതെ ഒച്ചയെടുക്കാതെ ഇരുന്നോണം, അല്ലെങ്കിൽ കയ്യും കാലും കൂട്ടിക്കെട്ടി വായിൽ തുണി കയറ്റി പിന്നിലേക്കെടുത്തിടും, കേട്ടോടാ. നിങ്ങളൊക്കെ ആരാ ചേട്ടന്മാരെ? ഞാനൊരു കാഴ്ചയില്ലാത്ത പാവുമാ. നിങ്ങൾക്ക് ആള് തെറ്റി. ടോപ്പ് ലൈറ്റ് അണഞ്ഞു. എന്താണ് നിന്റെ പേര്? ചാക്കോ പേര് പറയാൻ അറച്ചു. തമ്പിയണ്ണൻ ചോദിച്ചത് കേട്ടില്ലേടാ? അടുത്തിരുന്ന ആൾ അവൻ്റെ വയറ്റിൽ വിരൽ കൊണ്ട് കുത്തി. ചാക്കോ, കുരേശൻ മുതലാളിയുടെ മോനല്ലേടാ നീ? അതെ, അവർക്കെല്ലാം അറിയാമെന്ന് അവന് മനസ്സിലായി. ഞങ്ങൾക്ക് തെറ്റിയിട്ടൊന്നുമില്ലടാ, തമ്പി പറഞ്ഞു. ജിനി ചേച്ചി ചതിച്ചതാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി. കാശ് തന്നു തന്നെ ഇറക്കി വിട്ടത് സേവിച്ചൻ്റെ ബുദ്ധിയാണ്. അതിന് ജിനി ചേച്ചിയെ കൂട്ടുപിടിച്ചു. പുറത്ത് ആളെ ഏർപ്പാടാക്കി നിർത്തി ആ ഓട്ടോക്കാരൻ കാശ് വാങ്ങാതെ കൊണ്ടെത്തിച്ചത് നാഗമ്പടത്തല്ല, മറ്റേതോ സ്ഥലത്താണ്. തൻ്റെ മരണം അടുത്തു കഴിഞ്ഞു. നീലാംബരിയെയും അമ്മയെയും ചാക്കോ ഓർത്തുപോയി. എൽസ ചേച്ചിയോടൊരു വാക്ക് പറയാൻ പോലും തനിക്ക് തോന്നിയില്ല. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി എണ്ണ. മദ്യത്തിൻ്റെ ഗന്ധം ചാക്കോയുടെ മുഖത്തടിച്ചു. ഇത് കൊട്ടേഷനാടാ. ആദ്യത്തെ കൊട്ടേഷൻ നിന്റെ അപ്പൻ കുരേച്ചനായിരുന്നു. ഇപ്പോൾ നിനക്ക് നിന്റെ ചേട്ടായി തന്നെയാടാ രണ്ടും സാമിക്ക് കൊടുത്തത്. സാമി കാശു വാങ്ങിയ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. ചാക്കോയുടെ കാതിൽ ആ വാക്കുകൾ മുഴങ്ങി. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടാനാ ചേട്ടന്മാരെ? തമ്പി പൊട്ടിച്ചിരിച്ചു. അയാളുടെ ചിരിയടങ്ങാൻ ചാക്കോ കാത്തിരുന്നു. സേവിച്ചിന് ഞാനൊരു ഉപദ്രവവും ചെയ്യില്ല. ഞാനവിടെ കഴിയുന്നത് സേവിച്ചിന് ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കിയിട്ടാ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നത്. ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല. എന്നെ കൊല്ലാതെ വിടു ചേട്ടാ, എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. എല്ലാവരും ഒന്നിച്ച് ചിരിച്ചു. കാഴ്ചയില്ലാത്തവനല്ലേ ചേട്ടന്മാരെ ഞാൻ? നിങ്ങളെപ്പോലെ എനിക്കൊന്നിനും കഴിയേല. ഒന്നിനും കഴിയാത്തവൻ എന്തിനാടാ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാൻ ജീവിക്കുന്നേ? ഒരാൾ ചോദിച്ചു. നിങ്ങളെപ്പോലുള്ളവർ എന്നെ കൊല്ലുന്നത് ഒരു കുഞ്ഞിനെ കൊല്ലും പോലല്ലേ തമ്പിച്ചേട്ടാ? എന്നെ ദൂരത്ത് എവിടെയെങ്കിലും കൊണ്ടുവിട്. ഞാൻ ഈ നാട്ടിലോട്ട് വരികയില്ല. ചാക്കോ കെഞ്ചി. ഇവനാള് കൊള്ളാമല്ലോടാ. അത് തമ്പിയുടെ സ്വരമാണെന്ന് അവന് മനസ്സിലായി. ലോകത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയേല. കൊല്ലാതെ വിടണേ തമ്പിച്ചേട്ടാ, ചാക്കോ കരഞ്ഞു. ഇരുന്ന് മോങ്ങാതെടാ നായേ. നിന്നെ വിട്ടുകളഞ്ഞാൽ നീ പിന്നെ എങ്ങനെ ജീവിക്കുമെടാ? തമ്പി ചോദിച്ചു. തെരുവിൽ പാട്ടുപാടി ഞാൻ ജീവിച്ചോളാം. എന്നാൽ നീ ഒരു പാട്ടുപാട്. എൻ്റെ വയലിൻ എടുത്തതാ ചേട്ടാ, അടുത്തിരുന്ന ആളോട് ചാക്കോ പറഞ്ഞു. വയലിൻ എന്തിനാടാ? നീ വയറ്റത്തടിച്ച് പാടിയാൽ മതി, അയാൾ കളിയാക്കി. അവൻ്റെ വയലിൻ എടുത്ത് കൊടുക്കടാ, തമ്പി താടി ഒഴിഞ്ഞിട്ട് പറഞ്ഞു. ഒരാൾ തിരിഞ്ഞ് ചാക്കോയുടെ ബാഗ് പൊക്കിയെടുത്തു. അതിൽ നിന്ന് വയലിൻ വലിച്ചെടുത്തു. ചാക്കോ വയലിൻ ചേർത്ത് വെച്ച് അല്പനേരം ഇരുന്നു. എടാ പാടടാ, തമ്പിയുടെ ഒച്ചയുയർന്നു. ചാക്കോ തൊണ്ട നേരെയാക്കി. ജിനിച്ചേച്ചിയുടെ മുന്നിൽ പാടിയപ്പോൾ മനസ്സലിഞ്ഞു പോയെന്നാണ് കരുതിയത്. ഇവരുടെ മുന്നിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട. കൈത്തണ്ടയിൽ കുടഞ്ഞിട്ട വെളുത്ത പൊടിയിലൂടെ തമ്പി മൂക്കുരസി. ചാക്കോ വയലിൻ വായിച്ചു.
വിജയ് പടത്തിലെ പാട്ട് പാടറ, തമ്പി ആവശ്യപ്പെട്ടു. ചാക്കോ പാടാൻ തുടങ്ങി. ഇസൈ പാടി വരും ഇളം കാറ്റുക്ക് ഉരുവമില്ലേ, കാറ്റലേ ഇല്ലേ என்றால் ഒരു പാട്ടുലെ കേൾപ്പതില്ലേ, ഒരു ഗാനം വരും கையிலுள்ளம் கொள்ளை போகதே, ஆனால் காற்றின் முகவரி கண்கள் അറിവതില്ലേ, இந்த வாழ்க்கை ഒരു തേടൽ താൻ, അതേ തേടി തേടി തേടും മനതും തലയ്ക്കിറതൈ. സർവ്വതും മറന്ന് ചാക്കോ പാടി. വണ്ടിയിൽ ടോപ്പ് ലൈറ്റ് തെളിഞ്ഞു. തമ്പി തിരിഞ്ഞ് അത്ഭുതത്തോടെ ചാക്കോയെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തലയാട്ടി അവൻ പാടുകയാണ്. ഇന്നീസേ പാടി വരും ഇളം കാറ്റുക്ക് ഉരുവമില്ലേ. ആരും ശബ്ദിച്ചില്ല. ഓർമ്മയിലുള്ള മുഴുവൻ വരികളും ചാക്കോ പാടിത്തീർത്തു. വയലിൻ മടിയിൽ വെച്ച് കുറേ നേരം അവൻ കുനിഞ്ഞിരുന്നു. തകർത്തടാ മോനെ, തമ്പി അഭിനന്ദിച്ചു. നനഞ്ഞ മുഖം ചാക്കോ ഉയർത്തി. അവൻ ചിരിക്കുകയാണ് ചെയ്തത്. കണ്ണീരണിഞ്ഞ ചിരി കണ്ട് മനസ്സിലിയണേ എന്നവൻ പ്രാർത്ഥിച്ചു. ഇവൻ വല്ല റിയാലിറ്റി ഷോയിലും പോയെങ്കിൽ കത്തിക്കയറിയനെ. അടുത്ത് പാട്ട് കേട്ട് രസിച്ചിരുന്ന ആൾ അവൻ്റെ ചുമലിൽ തട്ടി. എന്നാ ചെയ്യാനാ, അവൻ്റെ തലവര മറ്റൊന്നായി പോയി. ദൈവം അങ്ങനെയെ കുറിച്ചത്. മറുവശത്തിരുന്ന ആൾ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ദൈവം നിങ്ങളാ ചേട്ടന്മാരെ. ഈ പാവം ജീവിച്ചോട്ടെ എന്ന് നിങ്ങൾ മനസ്സുവെച്ച കുറേ കാലം കൂടി എനിക്ക് ജീവിക്കാം. തമ്പി കൈയെത്തി അവൻ്റെ തലയിൽ തൊട്ടു. തമ്പി ചേട്ടനാണോ തൊട്ടത്? അതേടാ, തമ്പിയണ്ണനാടാ. സന്തോഷായി. സ്നേഹത്തോടെ ചാക്കോയെ തൊടാൻ തോന്നിയല്ലോ. അവൻ കണ്ണു തുടച്ചിട്ട് ചിരിച്ചു. നിന്റെ പേടി പോയോടാ? ഞാൻ എന്നത്തിനാ തമ്പിയണ്ണ പേടിക്കുന്നേ? പേടി തോന്നുന്നത് കാഴ്ചയുള്ളവർക്കാ. കാണുമ്പോഴല്ലേ പേടി തോന്നുക. ആരും മിണ്ടിയില്ല. ചേട്ടന്മാരുടെ മുഖം പോലും എനിക്കറിയില്ല. പക്ഷേ സ്നേഹമുള്ളവരാണെന്ന് മനസ്സിലായി. നല്ല മനസ്സുള്ളവർക്കേ പാട്ട് കേൾക്കാൻ തോന്നൂ. തമ്പിയണ്ണൻ എന്നെ തൊട്ടപ്പോൾ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടു. എടാ, ഞങ്ങൾ ആരാന്ന് നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ. കാശ് കിട്ടിയ എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ടീമാ. കൈയും കാലും തലയും എടുക്കാൻ ഒരറപ്പും ഇല്ല. നീ സുഖിപ്പിക്കില്ലേടാ. എന്നതൊക്കെ ചെയ്താലും ഒരു ജീവിതം നിങ്ങൾക്കുമില്ലേ? എന്നേലും ഓർക്കും ആ പാവത്തെ കൊന്നതിൻ്റെ വിഷമം. തമ്പി മുഖം തിരിച്ച് മറ്റുള്ളവരെ നോക്കി ചിരിച്ചു. അവൻ വയലിൻ വായിച്ചു കുനിഞ്ഞിരുന്നു. ഒരു അടിച്ചുപൊളി പാട്ട് പാടടാ. അടുത്തിരുന്ന ആൾ ചാക്കോയെ ഇളക്കി. എനിക്ക് അങ്ങനത്തെ പാട്ട് പാടാനൊന്നും തോന്നുന്നില്ല ചേട്ടാ. എടാ, പാട്ടുകാരൻ ഏത് മൂഡിലും പാടടാ, അയാൾ നിർബന്ധിച്ചു. എടാ ചാക്കോ, റോഡിലേക്ക് നോക്കി തമ്പി വിളിച്ചു. തമ്പി അണ്ണാ. അവൻ വിളി കേട്ടു. അഴകിയ തമിഴ് മകനിലെ ആ പാട്ടുണ്ട്, വച്ച് കീറ്. അതിൽ ഏത് പാട്ടാ തമ്പിയണ്ണ? മധുരയ്ക്ക് പോകാതടി. തമ്പി പാടി നോക്കിയിട്ട് നിർത്തി. ചീ, ഞാൻ പാടിയേ ശരിയാകുകയില്ല. നീ പാടടാ. പാടടാ, തമ്പിയണ്ണൻ പറഞ്ഞ അനുസരിച്ചോണം. ഇങ്ങനെയൊന്നുമല്ല തമ്പിയണ്ണൻ. നിനക്ക് കാഴ്ചയുണ്ടേൽ തമ്പിയണ്ണനെ കണ്ടാൽ മതി നിന്റെ ജീവൻ പോകാൻ. പിന്നെ ഞങ്ങൾക്ക് പണി എളുപ്പമാകും. അയാൾ ചിരിച്ചു. പാടടാ ചാക്കോ, തമ്പി സ്നേഹപൂർവ്വം പറഞ്ഞു. ചാക്കോ കണ്ഠശുദ്ധി വരുത്തി. അവൻ കുറച്ചു നേരം മൂളി. കർപ്പൂര കനികയെ വാറായി, അടി അലന്ത് അലന്ത് നൈന്ത് നൈന്ത് പാറായി. തമ്പി ആവേശത്തോടെ കൈയടിച്ചു. കൂടെ മറ്റുള്ളവരും. ചാക്കോ മനസ്സുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കണ്ടം കൊണ്ട് അവൻ പാടി. മധുരയ്ക്ക് പോകാതടി, അങ്ങ് മല്ലിപ്പൂ കണ്ണുവയ്ക്കും, തഞ്ചാവൂർ പോകാതടി, തല ആട്ടാമ ബൊമ്മനിക്കും. എല്ലാവരും കൈയടിച്ച് കൂടെ പാടി. തൂത്തുക്കുടി പോണ സില കപ്പൽ കര തട്ടും, കൊടൈക്കനാൽ പോണ അന്ത മേഘമുനെ സുത്തും. കൂട്ടിയടിച്ച കൈകൾ ഉയർത്തി സീറ്റിലിരുന്ന് ഇളകിയാടി തമ്പി കൂടെ പാടി. മധുരയ്ക്ക് പോകാതടി, അങ്ങ് മല്ലിപ്പൂ കണ്ണുവയ്ക്കും. പാടി തീർന്നു. അവൻ നീലാംബരിയെ ഓർത്തു. ഒരിക്കൽ അവൾ ആവശ്യപ്പെട്ട് ഈ പാട്ട് പാടിയതാണ്. അവൾ കൂടുതൽ തവണ പാടാൻ പറഞ്ഞത് റോജയിലെ പാട്ടുകളാണ്. ചാക്കോ, സൂപ്പർഡാ. നീ വിജയ്ക്ക് വേണ്ടി പാടണം. നിന്റെ പാട്ടും ഇളയ ദളപതിയുടെ ഡാൻസും. ഹാ ഹാ ഹാ, പൊളിക്കും. തമ്പി കൈയടിച്ചു. അതിവൻ അടുത്ത ജന്മത്തിൽ പാടിക്കോളും. തമ്പിയണ്ണ. ചാക്കോ തൊണ്ടയിടറി വിളിച്ചു. എന്താടാ ചാക്കോ, നിനക്ക് മുള്ളണോ? വണ്ടി നിർത്താനൊന്നും പറ്റുകയില്ല. വെളുക്കുന്നതിന് മുമ്പ് കോഴിക്കോട് പിടിക്കേണ്ടതാ. ഡേ ഷാജി, ബോട്ടിലെടുത്ത് കൊടുക്കടാ, തമ്പി വിളിച്ചു പറഞ്ഞു. മുള്ളാനല്ല, പിന്നെ എന്താടാ? എന്നെ കൊല്ലല്ലേ തമ്പിയണ്ണ, ചാക്കോ യാചിച്ചു. ഞാൻ കള്ളം പറയില്ല, നിങ്ങളെ ചതിക്കുകയില്ല. ഒന്നിനും ഞാൻ കോട്ടയത്തേക്ക് വരില്ല. എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞെന്ന് സേവിച്ചനോട് പറഞ്ഞാൽ മതി. സേവിച്ചൻ പണം തരും.
ഇവനെ കൊണ്ട് തോറ്റല്ലോ. വേറൊന്നും നിനക്ക് പറയാനില്ലേടാ? തമ്പിക്ക് ദേഷ്യം വന്നു തുടങ്ങി. നിങ്ങൾ എന്നെ കൊല്ലാനല്ലേ കൊണ്ടുപോകുന്നത്? പിന്നെ എനിക്ക് കരഞ്ഞു പറയാൻ എന്നതാ ഉള്ളത്? കൊല്ലാതെ വിടണേ തമ്പിയണ്ണ. നിന്നെ തട്ടിക്കളയാൻ പറയാൻ എന്നതാ കാരണം? കാഴ്ചയില്ലാത്തോണ്ടാണോ? തമ്പി ചോദിച്ചു. ഞാൻ അപ്പയുടെ മോനല്ല. എന്നെ അപ്പ കുഞ്ഞിലേ എടുത്തു വളർത്തിയതാ. അപ്പയ്ക്ക് 3 മക്കളേ ഉള്ളൂ. സംഗതി പിടികിട്ടി. നീ ജീവിച്ചിരുന്നാൽ സ്വത്തിലൊരു വിഹിതം തരേണ്ടി വരും അല്ലേടാ? അവൻ മൂളി. എന്നാൽ ഇവനെ തട്ടിക്കളയാൻ കൊട്ടേഷൻ കൊടുക്കാൻ അവന്മാർക്ക് എങ്ങനെ തോന്നി തമ്പിയണ്ണ? സ്വന്തം അപ്പന് കൊട്ടേഷൻ കൊടുത്ത മക്കളല്ലേടാ. പിന്നെ എടുത്തു വളർത്തിയ കണ്ണുപൊട്ടന്. തമ്പിയണ്ണ, അവൻ പിന്നെയും തുടങ്ങി. അവൻ്റെ തൊള്ളയ്ക്ക് വല്ലതും തിരികെ കൊടുക്കടാ ഷാജി. എടാ ചാക്കോ, നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതിന് സ്വാമി തീരുമാനിക്കണം. സ്വാമിയുടെ അടുത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ഒരു ദയും നീ സ്വാമിന്ന് പ്രതീക്ഷിക്കേണ്ട. നിന്റെ പാട്ട് കേട്ട സ്വാമിയുടെ മനസ്സ് അലിയുകയില്ല, ഷാജി പറഞ്ഞു. എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? കോഴിക്കോടിന്. പറഞ്ഞില്ലേ? സത്യമാണോ നിങ്ങൾ പറയുന്നേ? കണ്ണു കാണാത്ത നിന്നോട് എന്തിനാടാ കള്ളം പറയുന്നേ? കുറച്ച് വെള്ളം താ ഷാജി ചേട്ടാ. അവനൊരു ലാർജ് ഒഴിച്ചു കൊടുക്കടാ ഷാജി, തമ്പി പറഞ്ഞു. ഞാൻ കഴിക്കില്ല തമ്പിയണ്ണ. നീ 2 പിടിപ്പീരടാ. ഇനി എന്നാ നോക്കാനാ? സ്വർഗത്തോട്ട് പോകാനുള്ളതല്ലേ? നിനക്ക് അവിടെ തന്നെ സ്ഥാനം കിട്ടും. പാട്ടുകാരൊക്കെ അങ്ങോട്ടാ പോകാറ്. ഷാജി ചിരിച്ചു. സ്വർഗവും നരകവും ഇവിടെ തന്നെയല്ലേ ഷാജി ചേട്ടാ? മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്നാ കിട്ടാനാ? അവന് വെള്ളം കൊടുക്കടാ, തമ്പി പറഞ്ഞു. ഷാജി മിനറൽ വാട്ടറിൻ്റെ കുപ്പി തുറന്ന് ചാക്കുവൊക്കെ കൊടുത്തു. ശ്രദ്ധയോടെ അവൻ 2 കവിൾ വെള്ളം കുടിച്ചു. മതിയോ? താഴേക്ക് ഇറങ്ങുന്നില്ല ഷാജി ചേട്ടാ. വിശക്കുന്നോടാ? തട്ടുദോശയും ഓംലെറ്റും വാങ്ങിത്തരാം, റോഡിലേക്ക് നോക്കി തമ്പി പറഞ്ഞു. വേണ്ട. കുറച്ചു നേരം ചാക്കോ മിണ്ടാതിരുന്നു. നീലാംബരി വക്കീലിൻ്റെ വീട്ടിലുണ്ടാവും. തന്നെ കോഴിക്കോടിന് കൊല്ലാൻ കൊണ്ടുവരുന്ന വിവരം അവൾക്കറിയില്ല. മൂക്ക് വിടർത്തി അവൻ അവളുടെ ഗന്ധം തിരഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അമ്മ വരുന്നുണ്ടാകും. അപ്പയുടെ അവസ്ഥ അമ്മ അറിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായതാ. അപ്പയെ കണ്ടിട്ട് ഒന്നും ചോദിക്കാനാവാതെ അമ്മയ്ക്ക് തിരിച്ചു പോകേണ്ടി വരും. തൻ്റെ മോന ചാക്കോ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. തമ്പിയണ്ണ, ഏക്കം പോലെ ചാക്കോ വിളിച്ചു. എന്താടാ, എന്നെ കൊല്ലുമല്ലേ? തമ്പി അല്പനേരം മിണ്ടാതിരുന്നു. കൂടെയുള്ളവരും നിശബ്ദത പാലിച്ചു. തമ്പിയണ്ണ. വിലാപം പോലെ ചാക്കോയുടെ സ്വരം ഉയർന്നു. വേറെ നിവൃത്തിയില്ലട ചാക്കോ. ഇത് സ്വാമിയുടെ കൊട്ടേഷനാ. ഞാനാണെങ്കിൽ നിന്നെ കൊല്ലില്ലായിരുന്നു. ഇനി തമ്പിയുണ്ണനോട് ഞാനിത് ചോദിക്കില്ല. പെറ്റമ്മയ്ക്ക് വേണ്ടഞ്ഞിട്ടല്ലേ എന്നെ ഉപേക്ഷിച്ചത്? എനിക്ക് ആരുമില്ല. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സ്വന്തക്കാരോ ബന്ധുക്കളോ വേണം. ഞാൻ മാത്രമായിട്ട് ജീവിച്ചുകൊണ്ട് എന്നാ കാര്യമുള്ളത്? അവൻ്റെ വാക്കുകൾ കരച്ചിൽ കൊണ്ടുപോയി. എല്ലാവരും മൗനം പാലിച്ചു. ആർക്കേലും പ്രയോജനം ഉണ്ടേലും മരിക്കാം, അത് ഒരു സന്തോഷം തന്നെ അല്ലേ തമ്പിയണ്ണ? തമ്പി മിണ്ടിയില്ല. ചാക്കോ ഇമകൾ ചേർത്തടച്ചപ്പോൾ ചുട്ടുപഴുത്ത നീർക്കണങ്ങൾ കവിളിലേക്ക് ഊർന്നിറങ്ങി. ഇന്നോവ വിജനമായ വീതിയിലൂടെ കുതിച്ചു പാഞ്ഞു. മൊബൈൽ അലാം അടിച്ചപ്പോൾ സേവ്യർ ഉണർന്നു. അവൻ എഴുന്നേറ്റിരുന്ന് ലൈറ്റിട്ടു. ജിനി ഒരു വശം ചെരിഞ്ഞു കിടക്കുകയാണ്. അവളുടെ മുടി ചുമലിലൂടെ പിന്നിലേക്ക് വീണ് കിടപ്പുണ്ട്. ആ കിടപ്പിൻ്റെ ഭംഗി നോക്കി അവനിരുന്നു. ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സ് വല്ലാതെ കൊതിച്ചു. ആ ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ചാക്കോ മണ്ണിനടിയിൽ ഉറങ്ങാതെ അത് നടക്കില്ല. ഫോണുമായി സേവ്യർ സെറ്റിയിൽ ചെന്നിരുന്നു. അവൻ ഇത്തിക്കണ്ട ബേബിയെ വിളിച്ചു. റിങ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് ബേബിയുടെ ഉറക്കച്ചടവോടെയുള്ള സ്വരം കേട്ടത്. പറ സേവിച്ച, അവൻ്റെ കഥ കഴിഞ്ഞോ ബേബിച്ച? മണി 4 ആയിട്ടുള്ളൂ. കോഴിക്കോടിന് 250 ദൂരം കിടക്കുക. അവിടെ ചെന്നാലും പറ്റിയ ലൊക്കേഷൻ നോക്കണ്ടേ? ഇന്ന് സംഗതി നടന്നേ പറ്റൂ. വ്യാഴാഴ്ച അവൻ്റെ തള്ള കെട്ടിയെടുക്കാൻ പോവുക. അതിനു മുമ്പ് എനിക്ക് അവൻ്റെ ശവമടക്ക് നടത്തണം. സ്വാമി ഏറ്റെടുത്തതല്ലേ സേവിച്ചെന്ന് അതോർത്ത് ടെൻഷൻ ആവണ്ട. വൈകിട്ട് തന്നെ ശവമടക്ക് നടത്താം. വേണ്ട ഒത്താശയൊക്കെ CI രാജൻസ്കറിയ ചെയ്തു തരും. സേവ്യർ മൂളി. സേവിച്ചൻ കിടന്നുറങ്ങാൻ നോക്ക്. സ്വാമി വിളിച്ചാലുടൻ ഞാൻ സേവിച്ചനെ വിളിച്ചോളാം. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുകയില്ല ബേബിച്ച. എന്നാൽ കട്ടൻ കാപ്പിയും കുടിച്ചിരുന്നോ? കോൾ കട്ടായി. സേവ്യർ സെറ്റിയിലിരുന്നു. അവർ എപ്പോഴേ കോഴിക്കോട് എത്തിയിട്ടുണ്ടാവും. ഇനി ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ചാക്കോയ്ക്കുള്ളൂ. ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ്. സേവ്യറിൻ്റെ കണ്ണുകൾ ജിനിയിലേക്ക് പോയി.
ഇന്നോവ ഇളകിയാടി മുന്നോട്ട് ചെന്ന് നിന്നപ്പോൾ ചാക്കോയുടെ ഉള്ളു പിടഞ്ഞു. വണ്ടി നിലത്തമർന്നു നിന്നു. മുന്നിലെ ഡോറുകൾ തുറന്നറിയുന്ന ശബ്ദം കേട്ടു. നീ ഉറങ്ങിയോടാ? ഷാജി ചാക്കോയുടെ ചുമലിൽ പിടിച്ചു. ഇല്ല ഷാജി ചേട്ടാ, ഇറങ്ങി വാടാ. ഇവിടെ വെച്ചാണോ കൊല്ലാൻ പോണത്? ഇറങ്ങി വാടാ അങ്ങോട്ട്. ഷാജി ഡോർ തുറന്നിറങ്ങിയിട്ട് ചാക്കോയെ പിടിച്ചിറക്കി. അവൻ്റെ കയ്യിൽ വയലിൻ ഉണ്ടായിരുന്നു. ഒരാൾ പിന്നിലെ സീറ്റിൽ കിടന്ന് അവൻ്റെ ബാഗ് എടുത്തു. തമ്പിയണ്ണ, ചാക്കോ വിളിച്ചു. തമ്പി മുന്നോട്ട് വന്ന് അവൻ്റെ 2 ചുമലിലും പിടിച്ചൊന്ന് ഞെരിച്ചു. സ്വാമിയുടെ മുന്നിലോട്ടാ പോണത്. അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ പേരൊന്നും വിളിച്ചേക്കരുത്. പിടിച്ചോണ്ട് വാടാ ഇവനെ. അവർക്ക് വന്ന മാറ്റം ചാക്കോയെ അത്ഭുതപ്പെടുത്തി. ഗോഡൗണിൻ്റെ വാതിൽക്കലായിരുന്നു ഇന്നോവ നിന്നത്. ആ കോമ്പൗണ്ടിനുള്ളിൽ വലിയ ഉയരത്തിൽ ആക്രി സാധനങ്ങളായിരുന്നു. ചാക്കോ മൂക്ക് വിടർത്തി ഗന്ധം പിടിച്ചെടുത്തു. അവർ അവനെയും കൊണ്ട് കുറച്ച് ദൂരം നടന്നു. തമ്പി ഷീറ്റിൻ്റെ വാതിലിൽ തട്ടി. വല്ലാത്തൊരു ശബ്ദത്തോടെ വാതിൽ തുറക്കപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു കറുത്ത കരമുണ്ടും അതിനു മീതെ ചുവന്ന തോർത്തും കെട്ടിയിരുന്നു. സാമി, തമ്പി ചോദിച്ചു. അണ്ണൻ റെഡിയായിരിപ്പുണ്ട്, അകത്തേക്ക് വാ. എല്ലാവരും അകത്ത് കയറി. ഷാജി ചാക്കോയെ തള്ളിക്കയറ്റി. ഹാളിലെ കസേരയിൽ സാമി ഇരിപ്പുണ്ടായിരുന്നു. ചാക്കോയെ തമ്പി മുന്നോട്ട് പിടിച്ച് നിർത്തി. സാമി അവനെ അടിമുടി നോക്കി. ശബ്ദങ്ങളൊന്നും കേൾക്കാതെ ചാക്കോ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരുന്നു. 2 പേർ അവിടേക്ക് വന്നു. ഇവനാ കണ്ണ് തിരിയാതെ കുരുടൻ? സാമി ചോദിച്ചു. ആ സ്വരം ചാക്കോയുടെ മനസ്സിൽ വീണു. അപ്പയെ കൊല്ലാക്കൊല ചെയ്തവൻ. സ്വാമി. അതേ അണ്ണ, ഭവ്യതയോടെ തമ്പി പറഞ്ഞു. ഡേയ്, ഇവനെ ഉള്ളിൽ കൊണ്ടുപോയി വയറ് നിറച്ച് ശാപ്പാട് കൊടു. അവിടെ ഉണ്ടായിരുന്ന 2 പേർ ചാക്കോയെ പിടിച്ചു. ചാക്കോയുടെ എതിർപ്പൊന്നും അവർ കാര്യമാക്കിയില്ല. ബലം പ്രയോഗിച്ച് അവനെ കൊണ്ടുപോയി. അവൻ കൊണ്ടുവന്നതെല്ലാം അങ്കവേവ് തമ്പി. തമ്പി കൂടെ നിന്നവരോട് കണ്ണു കാണിച്ചു. ചാക്കോയുടെ ബാഗും വയലിനും അവർ ഒരു ഇരുമ്പ് കട്ടിലിൽ വെച്ചു. തെളിവ് മുതലായി അതെവിടെ ഇരുന്നു. സാമി 2000-ന്റെ നോട്ട് കെട്ട് എടുത്ത് തമ്പിയുടെ നേരെ ഇട്ടുകൊടുത്തു. തമ്പി അത് പിടിച്ചു. മുടിച്ച് ഞാൻ ഇപ്പവേ കിളമ്പിടുവേൻ. നീ ഉങ്ക പസങ്ങളെ കൂപ്പിയിട്ട് പോയിട്. തമ്പി തലയാട്ടി. ശരിയണ്ണ, പോയിക്കൊള്ളാൻ സ്വാമി പുറം കൈകൊണ്ട് ആംഗ്യം കാട്ടി. തമ്പിയും കൂടെയുള്ളവരും പുറത്തേക്ക് നടന്നു. സ്വാമിയുടെ സെൽ റിങ് ചെയ്തു. അയാൾ ഫോൺ എടുത്തു. ഇത്തിക്കണ്ടം ബേബിയുടെ കോളായിരുന്നു. കവലപ്പെടാതെ സാർ, 1 മണിക്കൂർ നേരത്തേക്കുള്ള വേലി മുടിച്ചിൻറേൻ. കോൾ കട്ട് ചെയ്തിട്ട് സ്വാമി എഴുന്നേറ്റു. ഡേ, കുരുടനെ കൊണ്ടുവാടാ. സ്വാമിയുടെ ശബ്ദം ഗോഡൗണിൽ മുഴങ്ങി. നോവൽ തുടരും.